ഈ 2025 നമ്മുടെ അനേകരം ആകുലതകളും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. എന്താണ് ആ ഉത്തരമെന്ന് ആർക്കെങ്കിലും പറയുവാനായിട്ട് സാധിക്കും? നമ്മുടെ ഈ 2025 നമ്മുടെ എല്ലാവരുടെ അനേകം ആകുലതകൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭാരങ്ങൾക്കും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ് ഉത്തരമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പരിശുദ്ധാത്മാവ് മാത്രമാണ് നമ്മുടെ എല്ലാ വേദനകളുടെയും ആകുലതകളുടെയും ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഉത്തരമെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനം വായിക്കാം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കിയ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൂതൻ കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ വചനം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചോദ്യങ്ങളും സംശയങ്ങളും മറിയത്തിൻ്റെ ഉള്ളിലുള്ള ആകുലതയാണ്. ഇതെങ്ങനെ സംഭവിക്കും? നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു ശിശുവിനെ പ്രസവിക്കും. ആര് വഴിയാ? പരിശുദ്ധാത്മാവ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയങ്ങളിലൂടെ മനസ്സിലൂടെ കടന്നുപോയ ആകുലതകളും വ്യാകുലതകളും വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉത്തരമായിട്ട് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടുന്ന് പരിശുദ്ധ അമ്മയെ അവിടുന്ന് സ്വാന്തനപ്പെടുത്തുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സംശയങ്ങളും ആകുലതകളും വേദനകളും കടന്നു വരുമ്പോൾ അതിനെല്ലാത്തിനും ഉത്തരമാരാ? പരിശുദ്ധാത്മാവ്. ഒച്ചത്തി പറഞ്ഞേ, പരിശുദ്ധാത്മാവേ. 3 പ്രാവശ്യം പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. മറിയത്തിൻ്റെ ഉള്ളിലുള്ള ആകുലത, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ അമ്മയെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയെ ഈ ചോദ്യം നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം ഇത് തന്നെയാണ്. ഈ വർഷം 2025 എന്താകും? എൻ്റെ ജീവിതം എന്താകും? ഇങ്ങനെ പോയാൽ എന്തായി നിൽക്കും? എൻ്റെ കുടുംബം, മാതാപിതാക്കൾ, ഉറക്കം കിട്ടാത്തവരുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം സാധിക്കും. നമുക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കും, നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ വ്യാകുലതകൾ, വേദനകൾ എല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ വ്യാകുലതകൾക്ക് ഉത്തരം പരിശുദ്ധാത്മാവാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ മറിയത്തിൻ്റെ സംശയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറന്നിറങ്ങിയപ്പോൾ അവിടെ ഉത്തരം കിട്ടും. സംശയം മാറും, ഭാരം മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴത്തേന് നമ്മുടെ ജീവിതത്തിലുള്ള സംശയങ്ങൾ മാറും, നമ്മുടെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ മാറും. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും ഉത്തരമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ചോദ്യം എത്ര ഭീകരമാണെങ്കിലും എത്ര ആഴപ്പെട്ടതാണെങ്കിലും ഈ ആൻസർ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ചു. പരിശുദ്ധാത്മാവാണ് എല്ലാ വേദനകളുടെയും വ്യാകുലതകളുടെയും ഭാരങ്ങളുടെയും ഉത്തരമെന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വീണ്ടും ഇന്ന് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ശക്തി എന്താണ് സംഭവിക്കുന്നത്? ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കാം.
അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. എന്ത് പ്രാപിക്കും? എന്താ പ്രാപിക്കുന്നേ? ആര് വന്നാലാ? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ശക്തി ലഭിക്കുമെന്നാണ് പറയുക. സ്നേഹമുള്ളവരെ, ശക്തി 2025 നമുക്കെന്താ വേണ്ടത്? എന്ത് വേണം? ശക്തി വേണം. എന്തിന്? നമ്മുടെ ചോദ്യങ്ങളുടെയും ആകുലതകളുടെയും ഭാരങ്ങളുടെയും നേരിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ശക്തി വേണം. ആ ശക്തി ഇവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അടുത്തിരിക്കുന്നവരോട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എനിക്ക് ശക്തി വേണം. നോക്കിയിട്ട് പറഞ്ഞേ, വലത്തെ സൈഡിലും അടുത്ത സൈഡിലേക്കും, ഇല്ലെങ്കിൽ മരച്ചു പോകും. നിനക്ക് ശക്തി വേണം. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. നമുക്ക് എന്താ വേണ്ടത്? ശക്തി വേണം. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എനിക്കെന്ത് വേണം? ശക്തി വേണം. ശക്തി വേണേ എന്ത് ചെയ്യണം? മസിൽ പവറിൻ്റെ ശക്തിയല്ല ഞാനിവിടെ പറയുന്നത്, മറിച്ച് നമ്മൾ ആത്മീയമായി ബലം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം എന്നാണ് പറയുന്നത്. മസിൽ പവർ നമുക്ക് ഉണ്ടാകും, പക്ഷെ അതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മറിച്ച് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് ആത്മീയ ബലം, ആത്മീയ ശക്തി എൻ്റെ ജീവിതത്തിലുണ്ടാകണം. ആത്മീയ ശക്തി എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. നമ്മൾ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ ബലം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വായിക്കുക. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നിനക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ശക്തി കിട്ടും. എന്ത് കിട്ടും? ശക്തി കിട്ടും. എനിക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് എനിക്ക് ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ബലം കിട്ടും. നമുക്ക് ശക്തി കിട്ടിയാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള വലിയൊരു കൃപ കിട്ടും. ഇടവകയിൽ പ്രവർത്തിക്കുന്നതിനുള്ള വലിയൊരു കൃപ നമുക്ക് കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ ഒരു ജോലി സ്ഥലത്ത് പ്രവർത്തിക്കുന്നതിന് കൃപ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മരവിച്ചു പോകും. വിഷമം, ഭാരം, സങ്കടം, ഇങ്ങനെ നമ്മൾ തളർന്നു പോകും, ശക്തിയില്ലാതെ പോകും. നമുക്ക് ശക്തിയില്ലാതെ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്തകൾ മാറി, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭാരമായി മാറി. അതിനു വേണ്ടിയിട്ട് കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കണം. ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നീ എന്താ വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നതെന്ന് പലരും ചോദിക്കാറില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണോ? അല്ല. എന്താ? മുഖത്ത് സങ്കടം, വേദന, സഹനം, വല്ലാത്തൊരവസ്ഥ. കാരണം ശക്തിയില്ല. പരിശുദ്ധാത്മാവ് തരണം ആ ശക്തി. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹമുള്ളവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ബലം പ്രാപിക്കുക. സ്നേഹമുള്ളവരെ, ആ മുഖത്ത് മുഴുവൻ സങ്കടമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും. കാരണം നമ്മുടെ ശക്തി നഷ്ടപ്പെടുന്നുകൊണ്ട്. ചിലർ എഴുന്നേൽക്കുമ്പോൾ മുതൽ സങ്കടമേ ഉള്ളൂ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. ശക്തി പ്രാപിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മാരുതി ഉറങ്ങിത്തൂങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിത്തൂങ്ങിയിരുന്നാൽ നമുക്ക് ശക്തിയില്ല. ആ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ എവിടുന്നാ ലഭിക്കുന്നേ? പരിശുദ്ധാത്മാവിന്. പ്രാർത്ഥിച്ചേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ ഉയർത്തിപ്പിടിച്ചേ. സർവശക്തനായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സക്കറിയായുടെ ബുക്കിൽ 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വായിച്ചേ, സക്കറിയായുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. അവരെന്നോട് പറഞ്ഞു ഒന്ന് പറഞ്ഞേ, അവരെന്നോട് പറഞ്ഞു
കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ എങ്ങനെയാ പാടുന്നത്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആ പാടുന്ന പാടാൻ പറ്റുമോ? പാടിയേ. സൈന്യത്താലെയല്ല, പാടിയേ. ആ പാടുന്ന പാടിയേ. ആ വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഏതാണ്? സൈന്യത്താലെയല്ല, ശക്തിയാലെയുമല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലാ. എങ്ങനെയാ? ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ, ദൈവത്തിൻ്റെ ആത്മശക്തിയിലാണ്. പാടാൻ പറ്റുമോ പാട്ട്? എനിക്ക് എല്ലാവർക്കും അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഉണ്ടോ? അത് ഈ സക്കറിയായുടെ പുസ്തകത്തിലുള്ള എടുത്തിരിക്കുന്ന വരികളാണ്. അപ്പോൾ സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ട് മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഈ 2025 ദൈവം നമുക്ക് നൽകുന്ന സമ്മാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പ്രാപിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക. വീണ്ടും 1 കൊളോസ്യസ് 1:11 പറയുന്നുണ്ട്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും, ക്ഷമിക്കുന്നതിനും, അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിനനുസൃതമായി, അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പൗലോസ്ലീഹായുടെ ആശംസയാണിത്. പൗലോസ്ലീഹ ആശീർവാദം തരികയാണ്. നിനക്ക് എന്താ വേണ്ടത്? ബലമാണ് വേണ്ടത്. ബലം പ്രാപിക്കണം. ക്ഷീണിച്ചു പോകരുത്. ഞാൻ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഞാൻ ബലം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലം കിട്ടും. അതുകൊണ്ട് ഉയർപ്പിൻ്റെ ദിവസം ഈശോ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പേടിച്ച് വിറച്ച് കഥകടച്ചകത്തിരുന്ന ശിഷ്യന്മാരിലേക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. എന്താ? യോഹന്നാൻ 20:22 പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ബലം ലഭിക്കും. നിങ്ങൾ പേടിച്ച് വിരണ്ട് കഥകടച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സകല ശക്തിയെ നിങ്ങളിലേക്ക് ആവാസിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് വിഷമമുണ്ടോ? ഉറക്കമില്ലായ്മയുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ മാറും, നമ്മുടെ ഉറക്കമില്ലായ്മ മാറും. പരിശുദ്ധാത്മാവ് ബലം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിന്ന് നമ്മൾ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാത്രമല്ല എന്നോർക്കണം. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും, നിന്നെ ചുട്ടുപഴുത്ത അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ വരണ്ട അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സകലത്തിലേക്ക് നയിക്കും. ഓർക്കുക, ഇത് നമ്മൾ ഓർക്കണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ വേദനകളും സഹനങ്ങളും ദൈവം തന്നുകൊണ്ടിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഇതിനർത്ഥം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിനെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട. വീണ്ടും വീണ്ടും നീ കടന്നുപോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. പ്രാർത്ഥിക്കുമെന്ന ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ അവസ്ഥ ഒരു വിജാഗിരിയുടെ അവസ്ഥയാണെന്ന്. ഒരിക്കൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമെന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അവസ്ഥ ഒരു വിജാഗിരിയുടെ അവസ്ഥയാണെന്ന്. എന്താ ഈ വിജാഗിരി എന്ന് പറഞ്ഞാൽ? അറിയാമോ? വിജാഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയാമോ വിജാഗിരി? എനിക്കൊന്ന് എല്ലാവർക്കും അറിയാം. വിജാഗിരി എന്ന് പറഞ്ഞാൽ എന്നതാ? കട്ടിലപ്പടിക്കും വാതിലിനും ഇടയിൽ നിന്ന് ഞെരുങ്ങുന്നതാണ് എന്ത്? വിജാഗിരി അല്ലേ? കട്ടിലപ്പടിക്കും വാതിലിനും ഇടയ്ക്കുള്ള ഞെരുങ്ങുന്ന സാധനമാണ് ഞെരുങ്ങി. എൻ്റെ അച്ഛാ, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ കട്ടിലപ്പടിക്കും
അതോടൊപ്പം തന്നെ വാതിലിലും ഇടയിലും ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ? ആരാ നിങ്ങളെ ഞെരുക്കുന്നത്? ആരാ നിങ്ങൾ ഞെരുക്കുന്നത്? ആരുടെ ഇടയിൽ കിടന്നാ നിങ്ങൾ ഞെരുക്കുന്നത്? എൻ്റെ അച്ഛ, ഒരു വശത്ത് ഭാര്യ, മറ്റു വശത്ത് അമ്മ. കല്യാണം കഴിക്കുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ്, ഞാനിങ്ങനെ ജാഗ്രതയുടെ ഇടയിൽ കിടന്ന് ഒരു വശത്ത് എൻ്റെ അമ്മ പറയുന്നത് കേൾക്കണം, ഒരു വശത്ത് എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കണം. ഞാൻ ആരെയാണ് അച്ഛാ സ്നേഹിക്കേണ്ടത്? ഞാൻ ആരെയാണ് കേൾക്കേണ്ടത്? ഇങ്ങനെ ഞാൻ ഇടയിൽ കിടന്ന് ഞുറുകിക്കൊണ്ടിരിക്കുകയാണ്, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് ആരാ? പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം. അമ്മ പറയും, എടാ നീ ഒരു പെൺകോന്തനാകരുത്, നീ പെണ്ണുങ്ങൾ പറയുന്ന പോലെ കേൾക്കരുത് എന്ന് പറയും. എന്നാലോ ഭാര്യ പറയും, ഒന്നോർത്തോ, ഞാൻ നിങ്ങളെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്, അമ്മേനെ അല്ല. അവൻ പറയുന്നത് കേട്ടനുസരിച്ചാൽ അമ്മയുടെ കൂടെ പൊക്കോണം. ഇത്തരത്തിലുള്ള മനോഭാവത്തിലേക്ക് സ്നേഹമുള്ളവരെ ഭാര്യ മുറിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, ഈ ഞെരുക്കത്തിൻ്റെ കാലത്തും എന്നെ അവിടുന്ന് കാത്തുരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുകൊണ്ട് എന്നെ നിറയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വേദനയുണ്ടാവുകയില്ല എന്ന്. എൻ്റെ അച്ഛ, ഞാൻ ആരെ കേൾക്കുമെന്ന് ചോദിക്കുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം എടുത്തേ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നോക്കിക്കേ, പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവും ഇവനെ എങ്ങോട്ടാ നയിച്ചത്? മരുഭൂമിയിലേക്ക്. ആരാ നയിച്ചത്? പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത്ഭുതം സ്വീകരിച്ചിട്ട് നേരെ ഈശോ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. ആരാ നയിക്കുന്നത്? പരിശുദ്ധാത്മാവ്. 40 ദിനരാത്രങ്ങൾ അവനവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് അവൻ ഒറ്റയ്ക്കാണോ? അവൻ്റെ കൂട്ടത്തിൽ ആളുണ്ടോ? ആരുമില്ല. അവൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല. നമുക്ക് സ്നേഹമുള്ളവരെ, നമ്മൾ സഹിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ഇല്ല. ഞാൻ തന്നെ സഹിക്കണം, എനിക്ക് വേദന വന്നു കഴിഞ്ഞാൽ. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ആഹ്ലാദിക്കാനായിട്ട് ഒത്തിരി പേര് കടന്നു വരും. സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഒറ്റയ്ക്കായി മാറും. ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിലുമുണ്ടായത്. യേശു ഒറ്റയ്ക്കാണ് മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുരിശ് യാത്രയിൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഈശോ കുരിശിൽ ഒറ്റയ്ക്കായിരുന്നോ? ആയിരുന്നോ? ഈശോ കുരിശിൽ ഒറ്റയ്ക്കായിരുന്നോ? ആർക്കും അറിയില്ലേ? ഈശോ കുരിശിൽ ഒറ്റയ്ക്കായിരുന്നോ? ഈശോ കുരിശിൽ ഒറ്റയ്ക്കായിരുന്നു അല്ലേ? ഈശോ സകലങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്കായിരുന്നോ? ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നീ എന്നിലേക്ക് കടന്നു വരണമേ, എന്റെ മേൽ കടന്നു വരണമേ. ഈശോ കുരിശിൽ മരിച്ചത് ഒറ്റയ്ക്കല്ലേ? അല്ലേ? ഈശോ സകലങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്കാണോ? അതെ. കുരിശിൽ കിടന്നതും ഒറ്റയ്ക്കല്ലേ? ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ചിലരൊക്കെ പറയും ഞാൻ കൂടെ ഉണ്ടാകുന്നു, വാക്ക് മാത്രമേ ഉള്ളൂ. ചിലർ പറയും നിനക്ക് വേദന ഉണ്ടാകുമ്പോൾ, സഹനം ഉണ്ടാകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. വെറുതെയാ, അതിലൊന്നും കാര്യമില്ല. എത്ര വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ആരും കൂടെ ജീവിച്ചിരി നടക്കുന്ന കാലത്ത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭർത്താവിന് ജീവിതത്തിൽ വേദനകൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഭാര്യ പോലും അറിയുന്നില്ല, ജീവിത പങ്കാളി പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും വരുമ്പോഴത്തേക്ക് നമ്മൾ വാട്സപ്പ് തോണ്ടിപ്പോകും, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും, ഫേസ്ബുക്കിലേക്ക് പോകും. എന്നാൽ അവിടെയൊന്നും നമുക്ക് ശക്തിയും ബലം ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ
എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളൊരു ഈശോ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു. ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചതാരാ? പരിശുദ്ധാത്മാവാണ്. ഞാൻ സകലത്തിലൂടെ വേദനയിലൂടെ ചുട്ടുപഴുക്കുന്ന അനുഭവത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട് കൂടെ. ആരുണ്ട്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഞാൻ സകലത്തിലൂടെ വേദനയിലൂടെ ചുട്ടുപഴുക്കുന്ന അനുഭവത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. എന്നാൽ നിന്നെ മരുഭൂമിയിലേക്ക് എത്തിച്ച് നിന്നെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. കണ്ണ് തുറന്ന് വിളിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും എനിക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് 3 പ്രാവശ്യം വിളിക്കാം. വിളിച്ചേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം. 40 ദിനരാത്രം ആരാ നിയന്ത്രിച്ചത്? യേശുവിനെ പരിശുദ്ധാത്മാവാണ്. മരുഭൂമിയിൽ അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ശക്തി പ്രാപിച്ചത്, ശുശ്രൂഷ നയിച്ചതും യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടാണ്. നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷവും ആഡംബരവും ഒന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതല്ല നമ്മുടെ റിയാലിറ്റി. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സകലത്തിൻ്റെ ഈ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുമെന്ന് ഓർക്കുക. വീണ്ടും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം തിരുവചനം വായിച്ചേ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടി ഇരിക്കുന്നെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ അങ്ങേയറ്റത്ത് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. പത്രോസ് പറയും, തടസ്സം പറയാൻ തുടങ്ങി. പത്രോസ് അവനെ പിടിച്ചു മാറ്റി നിർത്തി. സകലത്തിൻ്റെ വഴിയിലൂടെ പോകുവാൻ തുടങ്ങിയപ്പോൾ കർത്താവിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത പത്രോസ് പിടിച്ചു മാറ്റി നിർത്തി. ഈശോ പത്രോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, സാത്താനെ എന്ന്. എന്തുകൊണ്ടാണ് ഈശോ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചത്? സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്? എന്തിനാ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചത്? സകലത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നുവോ അവരെല്ലാം സാത്താനാകുമെന്നാണ് ഈശോ പറയുന്നത്. സകലത്തിന് ആരെല്ലാം കൂട്ടു നിൽക്കുന്നുവോ അവനെല്ലാം സാത്താനാകുമെന്നാണ് ഈശോ പറയുന്നത്. പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ സ്വഭാവ രീതിയിൽ മാറ്റം വരുന്നതായിട്ട് 1 പത്രോസിൻ 4-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വായിച്ചേ. പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ പത്രോസ് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. നോക്കിക്കേ, പത്രോസ് ആദ്യം പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, സഹിക്കാൻ പോകണ്ട, കുരിശിന് വഴി വേണ്ട എന്ന് പറഞ്ഞ് പത്രോസിനെ ഒന്ന് കേട്ടേ. ഇപ്പോൾ അതാണിപ്പോൾ നമ്മൾ കേട്ടത്. ഒന്നുകൂടെ വായിച്ചേ. ആദ്യം പത്രോസ് പറഞ്ഞു, ഈശോയെ, നീ സഹിക്കാൻ പോയേക്കില്ലേ, കുരിശിൻ്റെ വഴിയിലേക്ക് പോകരുതേ. എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ അതേ നാവ് കൊണ്ട് പത്രോസ് പറയുന്ന വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വായിച്ചൊന്നുകൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ഇതാണ് നിന്റെ ജീവിതത്തിൽ സഹനം, വേദന ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കരുത്, ഞെട്ടരുത്. ക്രിസ്തുവിൻ്റെ പീഡനങ്ങളിൽ നീ പങ്കുകാരാകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞെട്ടരുത്. കർത്താവെ പറയുകയാണ്, പരിഭ്രമിക്കരുത്, ഞെട്ടരുത്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നീ പങ്കുകാരാകുന്നു. വീണ്ടും 1 പത്രോസ് 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഒന്ന് വായിച്ചേ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക്
ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തിലെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആ അല്പകാലത്തെ സഹനത്തിന് ശേഷം നിന്നെ പരിപൂർണരാക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് കാലങ്ങളിലൊക്കെ വേദനയും സഹനമൊക്കെ ഉണ്ടാകും. നമ്മൾ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിന്നെ പൂർണ്ണമായിട്ട് ശക്തനാക്കുമെന്ന് പറയുന്നത്. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശു നമ്മളെ പരിപൂർണമായിട്ട് നമുക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. നീ ഇപ്പോൾ കടന്നു പോകുന്ന മരുഭൂമി അനുഭവം, ഈ ഞെരുക്കം, ചുട്ടുപഴുത്ത അനുഭവം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ നിന്നെ വെലപ്പെടുത്തുമെന്നാണ് പറയുക. കൂട്ടുപിടിച്ചില്ലേ വീട്ടിലിരുന്ന് ചോദിക്കും, മീഡിയയിലിരുന്ന് ചോദിക്കും. നീ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചില്ലെങ്കിൽ നീ മീഡിയയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീ കൂട്ടുവിളിച്ചത് ആരെയാണെന്ന് ചോദിക്കും. സ്നേഹമുള്ളവരെ, നമ്മളവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരിക്കൽ ഒരു കുടിയൻ, ഒരു ഭാര്യ തൻ്റെ കുടിയനായ ഭർത്താവിനെ കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഭാര്യ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ ഈ ധ്യാനത്തിനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങനെ കുടി മാറ്റാനായിട്ട്. അങ്ങനെ ഈ ചേച്ചി ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒത്തിരി പേര് കാണുന്നു. ഇദ്ദേഹത്തെ കണ്ടാൽ ആൾക്കാർ ചിരിക്കും. എന്നാൽ ഈ ഭാര്യയെ കണ്ടാൽ നമുക്കറിയാം, ഇത്രയേറെ കുടിയനെ എല്ലാ പ്രാവശ്യവും ധ്യാനത്തിന് കൊണ്ടുപോകും, കുറച്ച് നാളത്തേക്ക് നിർത്തും, വീണ്ടും കൊണ്ടുപോകും, ഇതേ അവസ്ഥയിലേക്ക് കടന്നു പോകുക. അപ്പോൾ ഈ ഭാര്യ പറയുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന് സ്ത്രീ പറയുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കുടിയനായ ഭർത്താവിനെ വഹിച്ചുകൊണ്ട് ധ്യാനത്തിൽ പോകുവാനും എനിക്കറിയാം ഒത്തിരി പേര് എന്നെ നോക്കി കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ചുറ്റുമുള്ളവരെന്നെ പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഒരു കാര്യമില്ല, കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്ന് സ്ത്രീ പറഞ്ഞു. മോശ ഹോറബ് മലയിൽ കണ്ട ആ ദൈവിക അനുഭവമാണ് എനിക്കെന്ന് ഈ സ്ത്രീ പറയുകയാണ്. മോശ ഹോറബ് മലയിൽ കണ്ട ആ ദൈവിക അനുഭവമാണെന്ന്. പുറമേ നോക്കുമ്പോൾ തീ ഇങ്ങനെ കത്തുന്നു, എന്നാൽ അകത്ത് ശാന്തത. ഇതാണ് എൻ്റെ ഉള്ളിലെ ശാന്തതയെന്ന് ഈ സ്ത്രീ പറയുകയാണ്. നമ്മളൊരു സ്ത്രീ പറഞ്ഞു പരിശുദ്ധാത്മാവിലൂടെ ഞാൻ അത് നേടിയെടുത്തു. എന്നാൽ ഒരു കൈയ്യടി കൊടുത്തേ. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലൂടെ ഈ സ്ത്രീ ശക്തി നേടിയെടുത്തു ക്ഷമിക്കുവാനായിട്ട്. ഈ കുടിയനായ ഭർത്താവിനെയും കൊണ്ട് പലരുടെ മുമ്പിലും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും പരിഹാസങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപയും ശക്തിയും ആരെനിക്ക് തന്നു? പരിശുദ്ധാത്മാവ് തന്നു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു അനുഭവമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നിങ്ങളുടെ വീടുകളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സഹനമുണ്ടാകുമ്പോൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. പിടിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ സഹനത്തെ നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. വീണ്ടും 1 കൊരിന്ത്യർ 4:16 വായിച്ചേ. ഇവിടെ പൗലോസ് നമ്മൾ പഠിപ്പിക്കുന്നു എങ്ങനെയായിരിക്കണമെന്ന്. 1 കൊരിന്ത്യർ 4:16 ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ഭഗ്നാശരാകപ്പെടുന്നില്ല, തകർന്നു പോകുന്നില്ല, ക്ഷീണിച്ചു പോകുന്നില്ല എന്നാണ് കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങൾ ഒരു മഹത്വമായിട്ട് മാറും. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ അത് സംഭവിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇത് മനസ്സിലാക്കിയ അപ്പസ്തോല പ്രവർത്തനം ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പസ്തോലം 19:11 പറയുന്നുണ്ട്. പൗലോസ്ലീഹ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒത്തിരിയേറെ വേദനകളുടെയും സഹനങ്ങളുടെയും കടന്നുപോയ വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. ഞെരുക്കം, സഹനം, ചുട്ടുപഴുക്കുന്ന അവസ്ഥ. എന്നാൽ പൗലോസ്ലീഹായിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ 2025
നമ്മുടെ ജീവിതത്തിലെ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും ഭാരങ്ങൾക്കും ഉത്തരമാണ് പരിശുദ്ധാത്മാവ് എന്ന ബോധ്യത്തിലൂടെ നമുക്ക് അവിടുത്തെ അഭിഷേകത്തിനായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്ന നിമിഷമാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ നമ്മൾക്ക് കണ്ണുകൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അരികിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വേദനകളോ സഹനങ്ങളോ ഉണ്ടെങ്കിൽ ആ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ തൊട്ട് അപേക്ഷിക്കുക. കർത്താവ് നിങ്ങൾ 2 ലൈനായിട്ട് നിൽക്കുക. കർത്താവ് നിൻ്റെ സംഘങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. 2 ലൈനായിട്ട് മുഖാമുഖം നിൽക്കുക. ഈ അഭിഷേക പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഈ കർത്താവിൻ്റെ തൊട്ട് നിങ്ങൾ കർത്താവെ അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, കരുണ നൽകണമേ, കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പാട്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ പാട്ടുപാടി നമ്മൾ സ്തുതിക്കുമ്പോൾ 2 മുഖമായിട്ട് 2 സ്ഥലങ്ങളിലേക്ക് തിരിക്കുക. കർത്താവ് നിങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് യേശുവിൻ്റെ മനസ്സ് സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പാട്ടുകാരോടൊപ്പം പാടിക്കൊണ്ടിരിക്കാം. യേശുവേ, അവിടുന്ന് നീ എൻ്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, നീ എന്നെ തൊടണമേ. കർത്താവിനെ തൊട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിന് മുമ്പ് തുറന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്ന നിമിഷമാണ്. ഈ നിമിഷത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ജോർജ് എന്ന ക്യാൻസർ പേഷ്യന്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കരളിന് ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ സമർപ്പിക്കാം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ, അത്ഭുതമായ വിടുതൽ, അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ കർത്താവേ. എന്റെ ജീവിതത്തിലേക്ക് വരുന്ന വേദനകളിലും സഹനങ്ങളിലും കടന്നു വരണമേ ദൈവമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ബന്ധനമഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ തിരുരക്തം ഞങ്ങളെ നിറയട്ടെ. പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ജോർജ് എന്ന വ്യക്തിയെ കർത്താവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കരളിന് ക്യാൻസർ പിടിച്ച് ഒത്തിരിയേറെ വേദനയുടെ സഹനങ്ങളിലൂടെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ കരങ്ങളിലാണ് തൊട്ട് സുഖപ്പെടുത്തട്ടെ എന്ന് നമുക്ക് നിമിഷത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളെ നിറയട്ടെ.
തിന്മകളൊന്നും വരുകയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരുകയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഈശോയേ, നീ മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയായി ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയായി ബന്ധനത്തിൽ നിന്നും വിടുതൽ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയായി ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. കരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് സ്തുതിക്കാം. നല്ലവനായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്ന നിമിഷമാണ്. നമുക്ക് ദൈവത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വേദനകളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയിലേക്ക് കടന്നു വരണമേ. കൈമുട്ടിൻ്റെ വേദനയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. സ്തുതിച്ചേ, അച്ഛത്തിൽ സ്തുതിച്ചേ. കർത്താവിൻ്റെ സ്വരമുയർത്തി നന്ദി പറയുമ്പോൾ, ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നുകൊണ്ട് നമ്മളെ അവിടുന്ന് ബലപ്പെടുത്തുമെന്ന ബോധത്തോടെ കൈയിലോർത്ത് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, കരുണ തോന്നണമേ. ദൈവിക ഇടപെടൽ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, ദൈവിക ഇടപെടൽ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഒരു കൊച്ചു പ്രാർത്ഥന എന്ന് പറയുന്നത് കരുണ കൊന്തയാണ്. അത് നമ്മൾ കൃത്യം 3 മണിക്ക് ചൊല്ലി പ്രാർത്ഥിക്കണം. 5-10 മിനിറ്റ് എടുക്കുകയുള്ളൂ. 3 മണിക്ക് നമ്മൾ ആ സമയത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. മരിയ ഫൗസ്റ്റീനായോട് ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനം ചെയ്തതാണ്. 3 മണി സമയത്ത്
എന്ന് പറഞ്ഞാൽ കർത്താവ് കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് 3 മണി സമയത്ത് ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണക്കൊന്ന് ചൊല്ലിയാൽ അനുഗ്രഹം അനുഭവിക്കും. മനസ്സിൽ ഒരു തീരുമാനമെടുക്കണം, ഇനി മുതൽ ഞാൻ 3 മണിക്ക് കരുണ കൊന്തിച്ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന്. വിശുദ്ധ പൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവിടുന്ന് കരുണയും മേഴ്സിയുമാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത്. കരുണയിലൂടെ മാത്രമേ നമുക്ക് കൃപ കിട്ടുകയുള്ളൂ. എത്രമാത്രം പശ്ചാത്താപത്തിൻ്റെ കണ്ണീരുണ്ടോ അവിടെയാണ് നമുക്ക് കരുണ ലഭിക്കുക. ചുങ്കക്കാരൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിപ്പോഴും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് തലകുനിച്ച് ദേവാലയത്തിൻ്റെ വാതിൽക്ക് ചെന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ദൈവമേ, പാപിയായ എന്നിലുമേൽ കരുണയുണ്ടാകണമേ എന്ന്. സ്നേഹമുള്ളവരെ, കരുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശരിക്കും ദൈവബോധത്തോടെ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ കരുണകൾ ഈശോ വർഷിക്കും. കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കും. മാതാപിതാക്കളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി സ്ഥാപനങ്ങളിൽ അവിടുന്ന് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃഷിയിടങ്ങളിൽ അവിടുന്ന് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തിൻ്റെ മേൽ കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ബർത്തിമേയുസിനെ പോലെ എളിമപ്പെടണം. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയം തുറക്കണം. അവൻ വാ തുറന്ന് ചങ്ക് പൊട്ടി വിളിക്കുക. അപ്പോഴാണ് അവൻ വിളി കേൾക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും അവിടുന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ. എൻ്റെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ. ദൈവമേ, നീ എൻ്റെ ഹൃദയങ്ങളിൽ കടന്നു വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയിലേക്ക് നിൻ്റെ കരുണ അവിടുന്ന് വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി ആഴമായി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് കരുണ തരും. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക് നമ്മൾ ആർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടി അവിടുന്ന് കരുണ കാണിക്കും. സ്നേഹമുള്ളവരെ, ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മളിലേക്ക് കടന്നു വരുന്ന വേദനകൾ, സഹനങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ നമുക്ക് എഴുന്നേറ്റേക്കാം. കർത്താവിൻ്റെ മുൻപിലേക്ക് 2 കരങ്ങൾ നീട്ടി കരുണ തോന്നണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷമാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ യേശുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ പലവിധത്തിലുള്ള വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നീ അല്ലാതെ വേറൊരു വാതിലില്ല എനിക്ക് മുട്ടുവാനായിട്ട്. കർത്താവ്, ഇതിൻ്റെ ഹൃദയവാതിൽ വന്ന് മുട്ടുമ്പോൾ എനിക്ക് വേണ്ടി നീ അവിടുന്ന് തുറന്ന് എന്നെ സ്പർശിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളിൽ കർത്താവ്, നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. കൈനീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. സൈലൻസ് ആയിട്ടിരിക്കുന്നത് ഒരു കരുണ വർഷിക്കുന്ന ദൈവമാണ്. നമുക്ക് ഗായകസംഘത്തോടൊപ്പം പാടി സ്തുതിക്കാം. കർത്താവ് കരുണ വർഷിക്കുന്ന അവസരമാണ്. ദൈവമേ, എന്നിലേക്ക് കർത്താവ് വരുന്നു. ഭാരമേറും ജീവിതം എണ്ണപറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ. വീണ്ടും ഒരു ജനനം നൽകേണമേ നാഥ. എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, സൂക്ഷിയിലൂടെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറ്റണമേ. പാടികേ, കരുണ തോന്നണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാഹിച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് എന്നിലേക്ക് കരുണ നൽകും. കർത്താവേ, എന്നോട്
കരുണ തോന്നണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവായ ഈശോയെ, ഇന്നിവിടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നിന്റെ കരുണയിലൂടെ ഇവിടെ ലഭിക്കുമാറാകട്ടെ. കർത്താവ് ഒത്തിരിയേറെ വേദനകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതിലേക്ക് കടന്നു വരണമേ. തമ്പുരാനെ, ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, നടുവേദന കേസിലൂടെ കഷ്ടപ്പെടുന്നവർക്ക് നടുവേദന മാറ്റി കൊടുക്കണമേ. തമ്പുരാനെ, കർത്താവ് നിന്റെ കരുണ അവരുടെ മേൽ വർഷിക്കണമേ. യേശുവേ, 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 യേശുവേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, യേശുവേ കരുണ കാണിക്കണമേ. പൂർവപാപത്തിൻ ശാപം രണ്ട് കരങ്ങൾ നമുക്ക് കൂട്ടിപ്പിടിക്കാം. ഞാൻ എളിമയോടെ രോഗവും രണ്ട് കരങ്ങൾ നമുക്ക് കൂട്ടിപ്പിടിക്കാം. ദുരിതവും നാൾക്കുനാൾ വളരും. പൂർവപാപത്തിൻ ശാപം തീരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ വീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, എന്നിൽ പ്രാർത്ഥിച്ചേ. കരുണ നൽകുന്ന നിമിഷമാണ്. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിച്ചേ. കർത്താവേ, വിളിക്കേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് മുട്ടുമേ നിൽക്കാം. നമുക്ക് മുട്ടുമേ നിൽക്കാം. മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിട്ടാണ്. യേശുവേ, ഞങ്ങളെ സ്തുതിക്കും. നമുക്ക് സ്തുതിക്കാം. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ നിമിഷത്തിൽ നമ്മൾ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ഇവിടെ ആശീർവദിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. സ്തുതിക്കാം. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന യേശുവേ. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കർത്താവിനോടൊപ്പമായിരുന്നു പ്രാർത്ഥിച്ച് എനിക്ക് ഒരുങ്ങുവാൻ എന്നെ സ്നേഹിച്ച നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നിമിഷത്തിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ. ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന ദാന
സ്നേഹത്തിനായി നന്ദിയേകിടാം. അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നമുക്ക് എഴുന്നേറ്റ് കൈയടിച്ച് പാടാം. എന്നിട്ട് കൈയടിച്ച് പാടിക്കേ. നിത്യവും നന്ദി ദൈവമേ. കൈയടിച്ച് പാട്. ദൈവം നിനക്ക് നൽകിയ സന്തോഷത്തിന്, സ്നേഹത്തിന് ഒന്ന് അനങ്ങി പാടിക്കേ. അങ്ങു തന്ന മോദത്തിന് നന്ദിയേകിടാം. അങ്ങു തന്ന ദുഃഖത്തിന് നന്ദിയേകിടാം. അങ്ങു തന്ന മോദത്തിന് നന്ദിയേകിടാം. അങ്ങു തന്ന ദുഃഖത്തിന് നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അനങ്ങി പാടിക്കേ. ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാം. നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാം. ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാം. നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി നേർച്ച കഞ്ഞി ഒരുക്കിയിരിക്കുന്നത് സെൻറ്റ് അൽഫോൻസ് അവാർഡിലെ പ്രത്യേകമായിട്ട് 3 മണിക്ക് വരികയും അതോടൊപ്പം തന്നെ എല്ലാം തയ്യാറാക്കുകയും ചെയ്ത ഷാജുചേട്ടൻ്റെ ഫാമിലി അൻജിജി എന്നൊരു പ്രത്യേകമായിട്ട് ഓർക്കുകയും അതോടൊപ്പം തന്നെ സെൻറ്റ് അൽഫോൻസ് അവാർഡിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുകയും ശുശ്രൂഷയിൽ ഗാനാവലോകനെല്ലാം ചെയ്ത നമ്മുടെ കൊയർ ഗ്രൂപ്പിനെയും അതോടൊപ്പം തന്നെ മിൻഡോയും അതിൽ എക്സ്ട്രാ ഉണ്ട്, ഇനിയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് റെക്കോർഡ് ചെയ്തവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കടന്നു വരികയും പ്രാർത്ഥനാനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.